സ്മാർട്ട് കൊമേഴ്സ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഫസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് എപ്പിസോഡ് ഈസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ലാർജ് മാർക്കറ്റ്സ് ആർ ടു ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ മാർക്കറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് small groups of consumers having unique characteristics. Market segmentation is the process of disintegrating or dividing the total markets for a product into a number of submarkets or subgroups of consumers. In this process, the heterogeneous market is broken into a number of homogeneous units. വലിയ മാർക്കറ്റുകളെ ഒരേ പ്രത്യേകതകളുള്ള കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ മൊത്തം മാർക്കറ്റിനെ കൺസ്യൂമേഴ്സിൻ്റെ ധാരാളം ഉപഗ്രൂപ്പുകളായി അല്ലെങ്കിൽ ഉപമാർക്കറ്റുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്വഭാവമുള്ള മാർക്കറ്റിനെ ഒരേ സ്വഭാവമുള്ള യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയാണിത്. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, market segmentation is the process of dividing a market into distinct subgroups of consumers with distinct needs, characteristics or behavior who might require separate products or marketing mixes. ഒരു മാർക്കറ്റിനെ വ്യത്യസ്ത ആവശ്യങ്ങളും പ്രത്യേകതകളും പെരുമാറ്റവുമുള്ള വ്യത്യസ്തമായ പ്രോഡക്ട്സും മാർക്കറ്റും മിക്സസും ആവശ്യമുള്ള കൺസ്യൂമേഴ്സിൻ്റെ വ്യത്യസ്ത ഉപഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. നീഡ്, ഇമ്പോർട്ടൻസ് ഓർ ബെനഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ബെനിഫിഷ്യൽ ഫോർ ദി മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഫോളോയിങ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ബെനിഫിഷ്യലാണ്. താഴെ പറയുന്നവയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബെനിഫിറ്റ്സ്. നമ്പർ 1, more precise definition of the market or more clear understanding of the market. Market segmentation helps the organization to have a clear understanding of the reasons for buying or not buying certain products or services by consumers. In other words, it provides an understanding of the changing market demands. Therefore, the firm can spot and compare marketing opportunities. ഉപഭോക്താക്കൾ ചില സാധനങ്ങൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ വാങ്ങാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓർഗനൈസേഷനെ സഹായിക്കുന്നു. മാറി വരുന്ന മാർക്കറ്റ് ഡിമാൻഡുകളെ സംബന്ധിച്ച ഒരു ധാരണ ഇത് നൽകുന്നു. അങ്ങനെ മാർക്കറ്റ് അവസരങ്ങൾ കണ്ടെത്തുന്നതിനും അവ താരതമ്യം ചെയ്യുന്നതിനും സ്ഥാപനത്തിന് കഴിയുന്നു. നമ്പർ 2, more effective marketing program. An appropriate program is to be planned to meet the needs of the consumers. The information gained from market segmentation helps the organization to have an appropriate plan for the same. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു അനുയോജ്യമായ പ്രോഗ്രാം പ്ലാൻ ചെയ്യണം. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിന് സ്ഥാപനത്തെ സഹായിക്കുന്നു. നമ്പർ 3, better assessment of the competition. Market segmentation helps in assessing correctly the strengths and weaknesses of the competitors. On the basis of the assessment, an appropriate marketing policy can be framed. Market segmentation കോമ്പറ്റീറ്റേഴ്സിൻ്റെ ശക്തികളും ബലഹീനതകളും ശരിയായി വിലയിരുത്തുന്നതിന് സ്ഥാപനത്തെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലൂടെ അനുയോജ്യമായ ഒരു മാർക്കറ്റിംഗ് പോളിസി ഫ്രെയിം ചെയ്യാൻ കഴിയുന്നു. നമ്പർ 4, better allocation of resources. Once the target segment is clearly defined and identified, the limit resources of the company can be channeled for best results. Thus, promotional campaigns can be well arranged. ടാർഗറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യേണ്ട മാർക്കറ്റ് സെഗ്മെൻറ്റ് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കമ്പനിക്ക് അതിൻ്റെ വിഭവങ്ങൾ നല്ല റിസൾട്ട്സിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് പോലുള്ള പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നന്നായി ക്രമീകരിക്കാൻ സാധിക്കുന്നു. നമ്പർ 5, better understanding of consumer needs. Market segmentation helps in identifying the taste and preferences of the consumers and hence in developing desired products.
more suitable products for a particular segment can be easily developed. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റിന് അനുയോജ്യമായ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് കഴിയുന്നു. നമ്പർ 6, ഡിസൈനിങ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്സ് ഇൻ ഡിസൈനിങ് സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് മിക്സ് ഓഫ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അനുയോജ്യമായ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ മിക്സുകൾ ഡിസൈൻ ചെയ്യുന്നതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സഹായിക്കുന്നു. നമ്പർ 7, സെലക്ടിംഗ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്സ് ഇൻ സെലക്ടിംഗ് ദി ബെസ്റ്റ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് കൺസിഡറിംഗ് ദി ടൈം ആൻഡ് കോസ്റ്റ്. വിവിധ ചാനൽസിൽ നിന്ന് സമയവും ചിലവും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുക്കുന്നതിന് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സഹായിക്കുന്നു. ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. Markets may be segmented on the basis of different elements. The major elements or bases used to segment consumer markets are the following. മാർക്കറ്റുകളെ വിവിധ അടിസ്ഥാനങ്ങളിൽ സെഗ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിഭജിക്കാം. കൺസ്യൂമർ മാർക്കറ്റുകളെ വിഭജിക്കുന്നതിനുള്ള പ്രമുഖ അടിസ്ഥാനങ്ങൾ താഴെ പറയുന്നവയാണ്. നമ്പർ 1, ജോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. In geographic segmentation, the market is divided into different geographical units such as nations, states and regions. Geographic segmentationil മാർക്കറ്റുകളെ വിവിധ രാജ്യങ്ങളായും സംസ്ഥാനങ്ങളായും മേഖലകളായും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്പർ 2, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. In demographic segmentation, the market is divided on the basis of demographic characteristics like age, sex, family size, marital status, religion and language. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ മാർക്കറ്റുകളെ പ്രായത്തിൻ്റെയും സെക്സിൻ്റെയും ഫാമിലി സൈസിൻ്റെയും മാരിറ്റൽ സ്റ്റാറ്റസിൻ്റെയും റിലിജൻ്റെയും ലാംഗ്വേജിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. നമ്പർ 3, ഇക്കണോമിക് സെഗ്മെൻറ്റേഷൻ. ഇൻ ഇക്കണോമിക് സെഗ്മെൻറ്റേഷൻ ദി മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകം ലെവൽ ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇക്കണോമിക് സെഗ്മെൻറ്റേഷനിൽ മാർക്കറ്റുകളെ കൺസ്യൂമേഴ്സിൻ്റെ വരുമാന തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. നമ്പർ 4, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഇൻ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ദി മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഫോർ എക്സാമ്പിൾ, ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ഇൻട്രസ്റ്റ് എക്സെട്ര. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ മാർക്കറ്റിനെ കൺസ്യൂമേഴ്സിൻ്റെ മനഃശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അവരുടെ മനോഭാവങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. നമ്പർ 5, ബയർ ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ ഓർ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ഇൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ദി മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമേഴ്സ് ഓർ ദെയർ പർച്ചേസ് ഡിസിഷൻ. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ മാർക്കറ്റിനെ കൺസ്യൂമേഴ്സിൻ്റെ പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. നമ്പർ 6, വോളിയം സെഗ്മെൻറ്റേഷൻ. ഇൻ വോളിയം സെഗ്മെൻറ്റേഷൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഈസ് ദി ബേസിസ് ഫോർ സെഗ്മെൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, ബയേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ബൾക്ക് ബയേഴ്സ്, സ്മോൾ സ്കെയിൽ ബയേഴ്സ് എക്സെട്ര. വോളിയം സെഗ്മെൻറ്റേഷനിൽ കൺസ്യൂമേഴ്സിനെ അവർ വാങ്ങുന്ന സാധനങ്ങളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. ഉദാഹരണത്തിന് സാധനങ്ങൾ ബൾക്കായി വാങ്ങുന്നവർ, ചെറിയ തോതിൽ വാങ്ങുന്നവർ എന്നിങ്ങനെ. നമ്പർ 7, ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ. ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ ഇൻവോൾവ്സ് ക്ലാസിഫൈയിങ് കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു ദി ബെനഫിറ്റ്സ് ദേ ഗെറ്റ് ഫ്രം എ പ്രോഡക്റ്റ്. ബെനഫിറ്റ് സെഗ്മെൻറ്റേഷനിൽ കൺസ്യൂമേഴ്സിനെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ബെനഫിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. നമ്പർ 8, മൾട്ടി ആട്രിബ്യൂട്ട് ഓർ ഹൈബ്രിഡ് സെഗ്മെൻറ്റേഷൻ. In multi-attribute segmentation, consumers are divided on the basis of different elements. For example, their current income, assets, savings, performance and frequency of transactions. Multi-attribute segmentationil കൺസ്യൂമേഴ്സിനെ വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അവരുടെ വരുമാനം, അസറ്റ്സ്, സേവിങ്സ്,
അവരുടെ പെർഫോമൻസ്, അവർ നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഫ്രീക്വൻസി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. എ മാർക്കറ്റർ ഷുഡ് നെവർ അറ്റംപ്റ്റ് to market his product to capture the entire market. His attempt should be to select a target market from the entire market. Therefore, market targeting is targeting a market or some markets from out of the entire market. In other words, market targeting is selecting one market or some markets for marketing the products. ഒരു മാർക്കറ്റർ ഒരിക്കലും തൻ്റെ പ്രോഡക്റ്റിന് മൊത്തം മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. മറിച്ച് മൊത്തം മാർക്കറ്റിൽ നിന്ന് ഒരു ടാർഗറ്റ് മാർക്കറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം മാർക്കറ്റിൽ നിന്ന് ഒരു മാർക്കറ്റോ അല്ലെങ്കിൽ ഏതാനും മാർക്കറ്റുകളോ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മൊത്തം മാർക്കറ്റിൽ നിന്ന് ഒരു മാർക്കറ്റോ അല്ലെങ്കിൽ ഏതാനും മാർക്കറ്റുകളോ തൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റ് പൊസിഷനിങ്. മാർക്കറ്റ് പൊസിഷനിങ് ഈസ് പൊസിഷനിങ് ദി പ്രോഡക്റ്റ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇറ്റ് മീൻസ് occupying a distinctive place for the product in the minds of the consumers. Market positioning is the process of creating an image for a product among the target consumers. It is creating an image in the minds of consumers about the product, brand, service or organization. ഒരു പ്രോഡക്റ്റിനെ ഉപഭോക്താക്കളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിനാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരു പ്രോഡക്റ്റിന് ഒരു വ്യത്യസ്തമായ സ്ഥാനം ഉണ്ടാക്കുന്നതിനാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ടാർഗറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രോഡക്റ്റിന് ഒരു ഇമേജ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് മാർക്കറ്റ് പൊസിഷനിങ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പ്രോഡക്റ്റിന്, ബ്രാൻഡിന്, സർവീസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിനാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ആൻഡ് അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ്. ഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് മീൻസ് marketing different products for the different segment of consumers. In differentiate marketing, a firm develops different products or services with different marketing mixes or strategies for different segments of consumers. വിവിധ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വിവിധ കൺസ്യൂമർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വിവിധ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് മാർക്കറ്റിങ്ങിൽ ഒരു സ്ഥാപനം വിവിധ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളോടും മാർക്കറ്റിംഗ് മിക്സുകളോടും കൂടിയ വിവിധ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ്. അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് മീൻസ് മാർക്കറ്റിംഗ് സെയിം പ്രോഡക്റ്റ് ഫോർ ഓൾ ദി സെഗ്മെൻറ്റ്സ് ഓഫ് മാർക്കറ്റ്സ് ഓർ ഓൾ ദി ഗ്രൂപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇൻ അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ്, സെയിം പ്രോഡക്ട്സ് ഓർ സർവീസസ് വിത്ത് ദി സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് മിക്സ് ആർ ഡെവലപ്ഡ് ബൈ ദി ഫേംസ്. എല്ലാ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്ക് വേണ്ടിയും എന്ന് പറഞ്ഞാൽ എല്ലാ കൺസ്യൂമർ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയും ഒരേ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനാണ് അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിങ്ങിൽ സ്ഥാപനങ്ങൾ എല്ലാ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്കും വേണ്ടി ഒരേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടും മാർക്കറ്റിംഗ് മിക്സോടും കൂടിയ ഒരേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒത്തുചേരാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.